അവളുടെ ഒരു പാട്ടില്ലാതെ ഈ വീട് ഉണരത്തില്ല. അങ്ങനെയാണ് ഇവരുടെ ഫീലിങ്സ് എന്താണ്, ഇവരുടെ എക്സ്പ്രഷൻ എന്താണ് ഒന്നും പറയാൻ അവർക്കറിയത്തില്ല. അപ്പം മോൾക്ക് പാട്ടാണ് അവളുടെ വഴി എന്നുള്ളത് കൊണ്ട് ചിലപ്പം ഞങ്ങളോട് അവൾ എക്സ്പ്രസ് ചെയ്തത് പാട്ടിലൂടെ ആയിരിക്കും. 2 വാക്ക് പോലും ഒരുമിച്ച് സംസാരിക്കാൻ അറിയാത്ത ഒരു കുട്ടി പാട്ട് പാടുന്നത് കേൾക്കുമ്പോൾ അത്ഭുതം അല്ലാതെ വേറെന്താണ്. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്ക് ഓട്ടിസം എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അന്ന് തുടങ്ങിയ ഡോക്ടറെ മുന്നിൽ നിന്ന് കരഞ്ഞ ഒരു കരച്ചിലാണ്. ഇന്ന് പക്ഷേ എനിക്ക് അഭിമാനത്തിന്റെ നിമിഷമാണത്. ഉജ്ജ്വല ബാല്യം പുരസ്കാർ भी आपने प्राप्त किया सुश्री अनन्या विजेश തിരുവനന്തപുരം കേരള. ഒരു നാഷണൽ അവാർഡ് എന്നൊക്കെ നമ്മൾ ടി വിയിലെ കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അത് നമ്മുടെ മോള് കൊണ്ടുവരും. പ്രസിഡൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കും, ഞങ്ങളെ സാക്ഷികളാവും. ജനിച്ചപ്പം ഏതാണ്ട് ഒരു 2 വയസ്സ് വരെ ആൾ നോർമൽ കുഞ്ഞുങ്ങളെ പോലെ തന്നെയായിരുന്നു. മോൾക്ക് ഇത് ഓട്ടിസമാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് മോൻ ജനിച്ചായിരുന്നു. അപ്പം മോൻ ജനിച്ചപ്പം മോൻ്റെ ആ ഒരു ലെവൽ ഒരു വളർച്ചയിൽ നിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മോൾ ഇതൊന്നും ഞങ്ങളോട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ട് ഒരു സംശയം തോന്നി, എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ഒരു പീഡിയാട്രീഷനെ കാണിച്ചാൽ ഞങ്ങളുടെ സിംറ്റംസ് ഒക്കെ മനസ്സിലാക്കി അപ്പം തന്നെ ഡോക്ടർ എഴുതി ഓട്ടിസം ആണെന്ന്. ഞാൻ ഹസ്ബൻഡൊക്കെ വളരെ തകർന്ന നിമിഷമായിരുന്നു. എപ്പോഴും കരയാതെ ഞങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെങ്ങനെയാണ് അവളെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലോകത്തേക്ക് കൊണ്ടുവരുന്നത് എന്നൊക്കെ ആലോചിച്ച് ഒരുപാട് സ്ട്രഗിൾസ് ആണ് എപ്പോഴും. അത് മാനസികമായിട്ട് ഒരു പാരൻസിനെ നമ്മൾ എപ്പോഴും എല്ലാവരും തകർന്നു പോകും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിന് വിഷമം ഉണ്ടാവും. വയസ്സൊക്കെ ആയപ്പോഴാണ് മോളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ടാബിനകത്ത് അവളുടെ ഒരു പിയാനോയുടെ ആപ്പ് ഉണ്ടായിരുന്നു. ആ പിയാനോയുടെ ആപ്പിൽ അവൾ കേട്ട് പഠിക്കുന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഇങ്ങനെ കേട്ട് പഠിക്കുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അത് വേറൊരു രീതിയിൽ വേറൊരു ടെമ്പോയിൽ ഞങ്ങൾ കേട്ടു. അവളുടെ ലോകം സംഗീതമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഈ കീബോർഡ് വഴിയാണ്. 19 വയസ്സായി അവൾക്ക്. സംഗീതം തന്നെയാണ് അവളുടെ ട്രീറ്റ്മെൻറ്റ്. അവൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത്. അവളുടെ മെഡിസിൻ അത് തന്നെയാണ്. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവൾ സംഗീതവും പാട്ടും കേട്ടിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഓട്ടിസ്റ്റിക് കുട്ടികൾക്കുള്ള ചിലർ ഭയങ്കര ഹൈപ്പറാണ്. കാരണം അവരുടെ എനർജി അവർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റാറില്ല. സാധാരണ മനുഷ്യർ പഠനത്തിലൂടെയും അതുപോലെ നമ്മൾ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും ജോബ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജിയൊക്കെ റിലീസാവുന്നു. പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾക്ക് ഭയങ്കര സ്റ്റോർ ആയിരിക്കുന്നു. എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി അവർ ചാടുകയും തുള്ളുകയും അതുപോലെ നിലവിളിക്കുകയൊക്കെ ചെയ്യും, ദേഷ്യം കാണിക്കും. അപ്പം അനന്യയ്ക്ക് കൂടുതലും പാട്ടിൽ കോൺസെൻട്രേഷൻ ഉള്ളതുകൊണ്ട് കൂടുതൽ അവൾ പാടാൻ വേണ്ടിയിട്ട് അവൾ സമയം കൂടുതൽ ചിലവഴിക്കും. അത് തന്നെയാണ് അവളുടെ മെഡിസിൻ കൂടുതലായിട്ടും. കാരണം അനന്യ ഇവിടെ വരുമ്പോഴും പാടിക്കൊണ്ടാണ് കയറി വരുന്നത്. അപ്പം ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ പഠിപ്പിക്കാൻ കൊടുക്കുമ്പോൾ എഴുതുന്നുണ്ടെങ്കിലും അവൾ പാട്ടാണ് മനസ്സിൽ വരുന്നത്. എഴുതുന്ന കാര്യങ്ങളൊന്നും പറയില്ല, പക്ഷെ കൃത്യമായിട്ട് എല്ലാം എഴുതും. അക്കാഡമിക്കിലും എല്ലാ കാര്യങ്ങളിലും അനന്യ മിടുക്കിയ. ഓട്ടിസം കുട്ടികളുടെ പ്രത്യേകതയെന്ന് പറയുന്നത് അവർക്ക് ഏതെങ്കിലും ഒരു ഏരിയയിൽ ആ കുട്ടികൾ എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിരിക്കും. അത് നമുക്ക് അനന്യയിൽ കാണാൻ കഴിയും. പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഇതൊന്നും അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പാട്ട് അവളുടെ ജീവനാണ്. ലോകമെന്ന് പറയുന്നത് മുഴുവനും പാട്ട് മാത്രമാണ്. രാവിലെ കാണുമ്പോഴേ വന്ന് എനിക്കൊരു ഹഗ്ഗിങ് ഉണ്ട്.
ഹഗ് ചെയ്തിട്ട് വന്ന് ഇതുപോലെ തന്നെ വിജയന സുരഭി പാടിത്തരും, ഇതുപോലെ ആടി വാ കാറ്റേ ഇതൊക്കെ പാടിത്തരും. ഒരു പാട്ടാണെങ്കിൽ തന്നെ ഒരുപാട് തവണ കേൾക്കും. നല്ലോണം ഒബ്സർവേഷൻ സ്കിൽസ് ഉള്ള ഒരു കുട്ടിയാണ്. വരികൾ പറഞ്ഞു കൊടുക്കുമ്പോഴും പൂത്തിരുവാതിര തിങ്കൾ ഇവിടെ കണ്ണൂർ ഗവൺമെൻറ് അവിടെ സ്കൂളിൽ ഞങ്ങൾ കലോത്സവത്തിന് കൊണ്ടുപോയപ്പോഴും ആ വാക്കുകളിലെ മോളുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് ഫീൽ ചെയ്തുകൊണ്ടാണ് പാടുന്നത്. കരയാതെ കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്, വളരെ പുന്നാര മോളാണ്. മാരോട് ചേർന്നുറങ്ങ് താമരത്തേനുറങ്ങ്. ചിത്ര ചേച്ചിനെ ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നത് സ്പർശം എന്നും പറഞ്ഞിട്ടൊരു ഓട്ടിസം അവയർനെസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു നിശാഗന്ധിയിൽ വെച്ചിട്ട്. അവിടെ വെച്ചിട്ടാണ് ചേച്ചിയെ ആദ്യമായിട്ട് കാണുന്നത്. എന്നെയും ഹസ്ബൻഡിനെ അല്ലാതെ വേറെ ഒരാളെ ഹഗ് ചെയ്യാത്ത ഭാനു, ആരോടും മുഖത്ത് നോക്കി ചിരിക്കാത്ത ഭാനു ചിത്ര ചേച്ചിയെ കണ്ടപ്പം കെട്ടിപ്പിടിച്ച് ചിരിക്കുകയും ഒരു തരത്തിലും ചേച്ചിയുടെ അടുത്തുനിന്ന് വിട്ടു മാറുന്നില്ല. കാരണം അവൾ ചിരിച്ചിട്ടില്ല. അങ്ങനെ ഒരു കുട്ടിയും കഴിവില്ലാതെ ജനിക്കുന്നില്ല. ആ കഴിവ് എന്താണെന്ന് കണ്ടെത്തുന്നതിലാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, നമ്മുടെ കുഞ്ഞിങ്ങനെയാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മളുടെ ഏറ്റവും ഇത്. അല്ലാതെ അവരെ ഒരു മുറിയിൽ ഇങ്ങനൊരു കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ആ വീട്ടിൽ അതിഥികൾ വരുമ്പം കാണിക്കാതെ ഇരിക്കുക, അവരെ പുറത്ത് കൊണ്ടുപോകാതിരിക്കുക, ഫങ്ഷൻസിന് കൊണ്ടുപോകാതിരിക്കുക, അതൊന്നും അല്ല വേണ്ടത്. നമുക്ക് അക്സെപ്റ്റ് ചെയ്യുക, കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ കൂടെ നിൽക്കുക. ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ തന്നെയാണ് അവളെ നല്ല നല്ല പ്രോഗ്രാമുകൾ കിട്ടണം, പിന്നെ നല്ല നല്ല സ്റ്റേജുകളിൽ അവൾ പാടണം. TV ഷോസിൽ നമ്മൾ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും നല്ല പ്രോഗ്രാം കിട്ടണം. പിന്നെ അതിലും വലിയൊരാഗ്രഹമാണ് സിനിമയിൽ പാടിക്കണം. സാധാരണ ആൾക്കാർക്ക് ഇല്ലാത്ത പല അറിവും, ചെറിയ നോട്ട്സിനെ കുറിച്ചും വലിയ നോട്ട്സിനെ കുറിച്ചും, സ്വരങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, ശ്രുതിയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം ഇതൊന്നും അവൾ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ ആ സംഗീതം ആ കുഞ്ഞു പ്രായത്തൊട്ടേ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും സന്തോഷം.